തന്നെ ഈ പാക് സൈനിക മേധാവിയെ കാണാനില്ല. അപ്പോൾ അവരും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ ജയിലിൽ എന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് ഉണ്ട് എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പിടിച്ചുകൊണ്ട് വന്നതാണോ? പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ കാര്യമായതുകൊണ്ട്, ഇന്ത്യയുടെ സൈനികരായതുകൊണ്ട് മറ്റുള്ളവർ കീഴടങ്ങുന്നത് വരെ എന്നാൽ പാക് മേധാവി ഇന്ത്യയിൽ ഇരിക്കട്ടെ, ആരും അറിയാതെ ഇന്ത്യൻ ജയിലിൽ ഇരിക്കട്ടെ. കാരണം അയാൾ വഴി ഈ ഭീകരരെ ഈസിയായി കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇയാളെ പാക് ജയിലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കയ്യിലുണ്ടോ പാക് മേധാവി എന്നൊക്കെയുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ പാക് മേധാവി ഇന്ത്യക്ക് പിടിക്കാൻ കഴിയുമോ, അങ്ങനെ പിടിച്ചാൽ പാകിസ്ഥാൻ വെറുതെ ഇരിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ പാകിസ്ഥാൻ വെറുതെ ഇരുന്നേ മതിയാവും. കാരണം ഇന്ത്യയുടെ പ്രതിരോധ ശക്തി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ബ്രഹ്മോസ് സൂപ്പർ സോണിക് മിസൈലൊക്കെ നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം പാകിസ്ഥാൻ ഇന്ത്യയെ തൊടാൻ കഴിയില്ല. 14,55,000 മുകളിൽ സൈനികർ നമുക്കുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും കൂടി നോക്കിയാൽ 50 ലക്ഷത്തിന് മേലെ സൈനികർ നമുക്കുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് 12-13 ലക്ഷം സൈനികരേ ഉള്ളൂ. അപ്പോൾ എല്ലാ മേഖലയിലും ഇന്ത്യ, എല്ലാ പ്രതിരോധ മേഖലയിലും ഇന്ത്യ മുന്നിലാണ്. ഈ അസീം മുനീർ എന്ന് പറയുന്ന ഈ പാക് സൈനിക മേധാവിയാണ് ആദ്യം ഈ കശ്മീരിൻ്റെ വിഷയം 1 മാസം മുമ്പ് എടുത്തിട്ടത്. കശ്മീർ നമ്മുടെ സിരകളിൽ ഒഴുകുന്ന രക്തമാണ്, അതുകൊണ്ട് കശ്മീരിനെ നമ്മൾ വിട്ടുകൊടുക്കരുത്, ദേശസ്നേഹം നമ്മൾ കാണിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആക്രമണത്തിന് മുന്നേ ഇയാളൊരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ തലമുറയെ പാകിസ്ഥാൻ എന്താണ് എന്ന് പഠിപ്പിക്കണം. പഴയതുപോലെ ദേശസ്നേഹം ഇല്ല ആളുകൾക്ക്. ഈ ദേശസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞാണല്ലോ ഇവന്മാർ മുഴുവൻ ഈ യുവാക്കളെ തീവ്രവാദികളാക്കുന്നതും ഇവരെ ഇല്ലാതാക്കുന്നതും. പലരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് ഈ തീവ്രവാദികൾ. ബിരുദാനന്തര ബിരുദമെടുത്തവരും അധ്യാപക ജോലി ചെയ്തവരും മറ്റ് സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടവരെയും ഒക്കെയാണ്. നിങ്ങളുടെ ജീവിതം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. അവിടെ മദ്യപ്പുഴയുണ്ട്, ഹൂറികളുണ്ട്, പിന്നെ പാൽപ്പുഴയുണ്ട്. നിങ്ങൾക്കവിടെ ഹൂറികളുമായി അർമാദിക്കാം. ഒരാൾക്ക് തന്നെ 72ഓളം ഹൂറികളാണുള്ളത് എന്നൊക്കെ പറഞ്ഞാണ് ഇവന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ഈ ഇവന്മാർക്ക് ഈ ഇത് എന്നുവെച്ചാൽ ഇവന്മാര് സ്വർഗത്തിൽ പോയി കണ്ടിട്ട് വന്നു. അവിടെ 72 ഹൂറികൾ ഒരാൾക്കുണ്ട്. വരും, അവിടെ ആയതുകൊണ്ട് വരൂലായിരിക്കും, അവന്മാരെ കാര്യം ആയതുകൊണ്ട് വരൂലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഹൂറികളുമായി അർമാദിക്കാം. അപ്പോൾ ഇവന്മാർ നോക്കുമ്പോൾ ഇവിടെ ഹൂറികളില്ലല്ലോ. ഈ സലീം കുമാർ ഒരിക്കൽ ശ്രീലങ്കയിലും എവിടെ പോയപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. അങ്ങനെ പിന്നെ ഈ 2-3 തീവ്രവാദികൾ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ലിംഗം ഈ ഇരുമ്പ് പൂട്ടിയാണ് ഇട്ടേക്കുന്നത്. പൊട്ടിത്തെറിച്ചെങ്കിലും ലിംഗത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ജീവിതം എവിടെയല്ല, സ്വർഗത്തിലാണ്. അവിടെ പോകുമ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അതുകൊണ്ട് അത് ഇരുമ്പ് കമ്പിയിട്ട് സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഈ മണ്ടന്മാരോട് എന്ത് പറയാനെന്നുള്ളതാണ്. ഇത്ര വിവരം യവന്മാർക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇന്ത്യയെ തകർത്താൽ, നമ്മുടെ ശത്രുരാജ്യമാണ് ഇന്ത്യ, ഇന്ത്യയെ തകർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. ഇവിടെ അല്ല നിങ്ങളുടെ ജീവിതം, സ്വർഗമാണ് നിങ്ങളുടെ ജീവിതം. ഇത് പറഞ്ഞ് പഠിപ്പിച്ച് തലയ്ക്കകത്ത് ഇത് കയറ്റി വെച്ചുകൊണ്ട് സ്വയം ചാവേറാകാനും മടിയില്ലാത്തവരാണ് പാകിസ്ഥാനിലെ യുവാക്കൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇല്ലെങ്കിൽ ഇനി പാകിസ്ഥാനിൽ നിന്ന് ആളെ കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്ത് വന്ന് ഇവരുടെ തന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് ഇവർ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി പരിശീലനം നടത്തിച്ച് ഇവർ തീവ്രവാദികളാക്കി മാറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തന്നെയാണ് പാക് മേധാവി സംസാരിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പാക് മേധാവി അറിയാതെ പാക് കമാൻഡറായിരുന്ന ഒരാൾ ഇന്ത്യയിലെ കശ്മീരിലേക്ക് നുഴഞ്ഞു കയറുകയും അവിടെ 1 വർഷത്തോളം താമസിക്കുകയും പ്രദേശവാസികളുമായി സമ്പർക്കത്തിലാവുകയും ഏകദേശം 15ഓളം പ്രദേശവാസികൾ ഇയാളെ സഹായിക്കുകയും മറ്റ് 4 പേരുടെ ഫോട്ടോയാണ് ഇപ്പോൾ പുറത്തു വന്നത്. 6 പേരുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 6 പേര് ഇവിടെ വന്ന് പ്രദേശവാസികൾ ആരുടെയെങ്കിലും വീട്ടിൽ താമസിക്കാതെ അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാതെയൊക്കെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും പാക് മേധാവിയുടെ പങ്ക് വളരെ വ്യക്തമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ 28 സഹോദരങ്ങളുടെ ജീവനെ നമ്മൾ മറുപടി നൽകിയിരിക്കും. ആ മറുപടി ചിലപ്പോൾ പാക് മേധാവിയുടെ നെഞ്ചത്ത് വെടി ഉതിർത്തിട്ടായിരിക്കാം ചിലപ്പോൾ മറുപടി കൊടുക്കുന്നത് എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഡോവലിൻ്റെ പിള്ളേര് ഈ പാക് മേധാവി നേരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോയാണ് പുറത്തിട്ട് വിട്ടേക്കുന്നത്. ഇയാൾ കുറിച്ച് ഇപ്പോൾ
ഒരു വിവരവും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇയാളിപ്പോ ജീവനോടെ ഉണ്ടോ എന്നുള്ളത് വരെ ഒരു സംശയം, ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഡോവലിന്റെ പിള്ളേര് ഇയാള് രക്ഷപ്പെടാൻ ശ്രമിച്ചിടത്തു നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിട്ടുണ്ടോ ഇയാൾ വഴി? കാരണം സമയം ചെറുതാണ്, ലക്ഷ്യം വലുതാണ് എന്ന് പറയുന്നത് മാത്രമല്ല, ഡോവലും ജയശങ്കറും മോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തൊക്കെയോ ഇന്ത്യ മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ സൈനിക മേധാവികളുമായി, കര, വ്യോമസേന, നാവികസേന മേധാവികളുമായി ഒക്കെ ചർച്ചകൾ നടത്തി. ഒരുപാട് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അമിത്ഷായും പ്രധാനമന്ത്രിയും കൂടുതൽ സമയം കൂടിക്കാഴ്ച നടത്തി. ക്യാബിനറ്റിലൊക്കെ തീരുമാനം എടുക്കുന്നു. ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും പെട്ടെന്നൊരു ആക്രമണം ഒക്കെ ഉള്ളത് നമ്മൾ അത്തരത്തിൽ വലിയൊരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കില്ല, വളരെ പെട്ടെന്നായിരിക്കും, ഒരു സർജിക്കൽ അറ്റാക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശനമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അവിടുന്ന് അദ്ദേഹം വിളിച്ചിട്ടും പ്രധാനമന്ത്രി പോകുന്നില്ല. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അരുൺ ജെയ്റ്റ്ലിക്കാണ് അങ്ങോട്ട് പോകാനുള്ള ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ചില തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് ഇന്ത്യ എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇന്ത്യ ഈ അടിക്കുമ്പോൾ പിന്നെ മറ്റേ ഉച്ചയ്ക്ക് നോക്കി അടിക്കണം, പിന്നെ അവൻ തല പൊങ്ങരുതെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതുപോലെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പിന്നെ അവൻ എഴുന്നേറ്റ് അടുത്തത് തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കരുത്. കാരണം ഒരുപാട് അവസരങ്ങൾ ഇന്ത്യ കൊടുത്തു. ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഭീകരവാദികളുടെ താവളങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് പുൽവാമയിലെ, ബലാക്കോട്ടിലെ, ഉറിയിലെ ഒക്കെ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. 40 CRPF പിന്നെ പട്ടാളക്കാരെയാണ് ഇവന്മാർ തീർത്ത് കളഞ്ഞത്. അതിന് നമ്മൾ കൃത്യമായ മറുപടി കൊടുത്തു. അപ്പൊ ഇനി അതല്ല വേണ്ടത്. ഇനി ഒരിക്കലും ഇവന്മാർ തീവ്രവാദത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. അതിൻ്റെ വേര് പിഴുതെടുക്കുക, അടിവേര് പിഴുതെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അത് ആവശ്യമായ കാര്യമാണ്. കാരണം എന്നും ഇവന്മാർ തീവ്രവാദികളെ വളർത്തിയാൽ എത്ര നാള് ഇന്ത്യ ഇത് സഹിച്ച് ക്ഷമിച്ചും ഇന്ത്യ മുന്നോട്ട് പോകും? ഇപ്പൊ ഐക്യരാഷ്ട്രസഭയൊക്കെ പറയുന്നത് നിങ്ങൾ യുദ്ധത്തിന് മുതിരരുത്. ഇവന്മാർ ചെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കാല് പിടിച്ചു, ഇന്ത്യയുടെ അടുത്ത് യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. കാരണം ഇന്ത്യ ഇത്ര ശക്തമായ നിലപാടെടുക്കുമെന്ന് വിചാരിച്ചില്ല. ആദ്യം നയതന്ത്രപരമായ നിലപാടെടുത്ത് വെള്ളം കൊടുക്കില്ല എന്ന് പറഞ്ഞു, വെള്ളം തരില്ല എന്ന് പറഞ്ഞ് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി. നിങ്ങളുടെ കശ്മീരിൽ രക്തപ്പുഴ ഒഴുക്കും, സിന്ധു നദീതലത്തിൽ ഞങ്ങൾ രക്തമൊഴുക്കും, അത് മോദിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലും, മോദിയുടെ നാവ് മുഴുവൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നാൽ വെള്ളം തരാമെന്ന് പറഞ്ഞു. ഉറി ഡാം അങ്ങോട്ട് തുറന്നു വിട്ടു കൊടുത്തു. മൊത്തം അവിടെ വെള്ളപ്പൊക്കമായി, മിന്നൽ പ്രളയമായി, കാർഷിക മേഖല, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കാർഷിക മേഖല മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാധനം ഇവിടെ നിന്ന് വിടണ്ട എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ്. നമ്മുടെ വ്യോമപാത അടച്ചുകൊണ്ട് നമുക്ക് പണി തരാമെന്ന് വിചാരിച്ചപ്പോൾ നിനക്കൊക്കെ കൂടെ അടുത്ത പണി തരാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ വ്യോമപാത അടച്ചു. ഇവിടെ നിന്നുള്ള പാകിസ്ഥാനികളെ എല്ലാം അങ്ങോട്ടേക്ക് കയറ്റി വിട്ടു. കാരണം അവിടെ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യക്ക് എത്ര ആൾ ഇന്ത്യയിലേക്ക് വന്നാലും ഇന്ത്യക്ക് താങ്ങാനുള്ള സാമ്പത്തിക ശക്തിയുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അതില്ല. അപ്പോൾ പാകിസ്ഥാൻ അതോടുകൂടി അടിപടലം തേഞ്ഞ് തൂത്തുവാരിയിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് ഇനി ഏത് തരത്തിൽ ഇന്ത്യ സൈനികമായി പെരുമാറുമെന്നുള്ള ഒരു ഭയം ഇവർക്കുണ്ട്. അത് പേടിച്ചാണ് ഇപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ കാല് പിടിക്കണം, എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് സെറ്റിൽമെന്റ് ആക്കിത്ത ഇനി ഞങ്ങൾ ഒന്നിനും നിൽക്കില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ത്യ അതിലൊന്നും അടങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യ പറയുന്നത് ഇനി ജമ്മത്തവന്മാര് തീവ്രവാദം എന്നും പറഞ്ഞുകൊണ്ട് വരരുത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിയായിരിക്കണം, ഇത് അവസാനത്തെ അടിയുമായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഇന്ത്യ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പാക് മേധാവി ഇന്ത്യൻ ജയിലിലുണ്ടോ, ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് നിരസിക്കാൻ കഴിയില്ല.